ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ഐശ്വര്യ. സോ കുറേ കാലമായി നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് നാൾ മുമ്പ് എക്സാമൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് കാലമായി, ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ മുതലേ പ്ലാനിങ് ആയിരുന്നു, വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനത്തെ വീഡിയോസ് ചെയ്യണം. ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ എൻ്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ ആയിരുന്നില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരിക, എൻ്റെ സൗണ്ട് പോവുക, മൊത്തത്തിൽ വയ്യാണ്ടിരിക്കുകയായിരുന്നു. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമായിരുന്നു കേട്ടോ. ഷോർട്സൊക്കെ ഇടുമായിരുന്നു. ഇപ്പോഴും എനിക്ക് സൗണ്ടൊക്കെ വന്നേ ഉള്ളൂ. ഒരു പനി കഴിഞ്ഞ് അടുത്ത പനി, അടുത്ത പനി കഴിഞ്ഞ് അടുത്ത പനി, എൻ്റെ സൗണ്ട് പോവുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. തന്നെ ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ട് വരുന്നു. ഇടയ്ക്ക് എൻ്റെ മൈക്ക് കേടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മൈക്ക് ഓർഡർ ചെയ്ത് വരാൻ കുറേ ലേറ്റായി, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഡിലേ വന്നു. സോറി. ഇനി എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റി പറയുന്നിങ്ങനെ കുറേ ഞാൻ ആലോചിച്ചു കേട്ടോ. ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ലൈക്ക് എല്ലാവരും എന്നോട് റീസെൻ്റ്ലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനൊരു ആൻസറായിട്ട് വേണമെങ്കിൽ ഈ വീഡിയോ എടുക്കാം. പിന്നെ കുറേ പേർക്ക് യൂസ്ഫുൾ ആവും. അങ്ങനെയൊക്കെ തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു +2 സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒരു നാട്ടു നടപ്പാണല്ലോ. ഈ +2 കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരോട് എന്താണ് അടുത്തത് എടുക്കാൻ പോകുന്നത്, +2 കഴിഞ്ഞ് എന്ത് ഡിഗ്രിയാണ് എടുക്കുന്നത്, ഇങ്ങനെ എല്ലാ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ പറ്റി പറയാം. എൻ്റെ പ്ലാൻ എന്താണെന്ന്. എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് പഠിക്കാനാണ് ആഗ്രഹം. കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇനി കൊമേഴ്സ് ഫീൽഡിലേക്കാണോ പോകുന്നത്, BCom എടുക്കുമോ, പിന്നെ CA എടുക്കുമോ, അതെടുക്കുമോ ഇതെടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പിന്നെ എനിക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമുണ്ട്, ആർട്ട് ഫീൽഡിലേക്കാണ് പോകുന്നത്. ശരിക്കും ഞാൻ ആർട്ട് ഫീൽഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആർട്ട് ഫീൽഡിലേക്കാണ് പോകുന്നത് പറയുമ്പോൾ തന്നെ ആൾക്കാർ ആർട്ടോ, അതൊക്കെ എന്തിനാ, ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഇക്കാര്യം പറ്റി ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസ് റീസെൻ്റ്ലി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ മുമ്പ് പഠിച്ച ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നു, +2 കഴിഞ്ഞില്ലേ, ഇനി എന്താ ചെയ്യാൻ നോക്കുന്നത്, കോളേജ് നോക്കിയോ, എൻട്രൻസ് എക്സാം എഴുതിയോ, ഇങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ലൈക്ക് നാട്ടുകാർ ചോദിക്കുന്നു, വീട്ടുകാർ ചോദിക്കുന്നു. വീട്ടുകാരങ്ങനെ ചോദിക്കുന്നില്ല, ലൈക്ക് റിലേറ്റീവ്സ് ചോദിക്കുന്നു. ലൈക്ക് ഇവർക്കൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ല എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാൻ. കുറേ പേർക്ക് ഡൗട്ടായിരിക്കും, എന്തായിരിക്കും ജസ്റ്റ് എടുക്കുക, അങ്ങനെയൊക്കെ ഒരാളുടെ അഭിപ്രായം കേൾക്കുമ്പോൾ മറ്റാൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ അതെടുക്കുക, ലൈക്ക് അങ്ങനെ എടുക്കാൻ പാടില്ല. അപ്പോൾ ആഫ്റ്റർ +2 ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ പ്ലാൻ എന്താണ്, ഇതൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ആയിട്ട് ചെയ്യാം. മൈക്ക് ഊരിയിട്ട് സൈഡിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ആടി ഇങ്ങനെ സൗണ്ട് കേൾക്കാത്ത പോലെ, ക്ലിയർ ആവാത്ത പോലെ. അപ്പോൾ ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. എത്രത്തോളം നന്നായിട്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ +2 സ്റ്റുഡൻ്റ് ആണ്, കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ. പക്ഷേ എനിക്ക് കൊമേഴ്സ് പഠിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. എനിക്കൊരു ആർട്ടിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം, ഒരു ഡിസൈനർ ആവണമെന്നാണ് കേട്ടോ ആഗ്രഹം. ഞാൻ എടുക്കാൻ പോകുന്നൊരു കോഴ്സ് BFA ആണ്, ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ്. അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത്. കൊമേഴ്സ് ഫീൽഡ് ചൂസ് ചെയ്യാത്തത് എനിക്ക് അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്ക് ആർട്ടിലോടാണ് താല്പര്യം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആർട്ട് ഫീൽഡ് ചൂസ് ചെയ്തത്. സോ അതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയാം. അപ്പം മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ കൊമേഴ്സ് എടുത്തു, എന്തുകൊണ്ട് ഞാൻ ആർട്ട് ഫീൽഡ് ചൂസ് ചെയ്തു എന്നൊക്കെ. സോ നമുക്ക് സ്റ്റോറി കേൾക്കാം കേട്ടോ. അതിൽ തന്നെ പല ആൻസേഴ്സും ഉണ്ട്. കുഞ്ഞിലേക്ക് നമ്മളോട് ആരെങ്കിലും എന്താവണം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയുക, ടീച്ചർ ആവണം, ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം എന്നൊക്കെയല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനും 4ാം ക്ലാസ് വരെ എനിക്ക് ടീച്ചർ ആവണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാണ്. 5ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനർ ആവണം, അതെന്താണെന്നും കൂടി അറിയാണ്ടാണ് ഫാഷൻ ഡിസൈനർ ആവണം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ 5ഒക്കെ എത്തിയപ്പോൾ, ലൈക്ക് 5ാം ക്ലാസ് വെക്കേഷൻ ആ ടൈമൊക്കെ ഞാൻ വരച്ചു തുടങ്ങിയത്. പിന്നെ കൊറോണയൊക്കെ ആയപ്പോൾ പിന്നെയും കുറച്ചുകൂടി നന്നായി വരച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ ആ ടൈം എനിക്ക് വരയ്ക്കാൻ, എനിക്കിങ്ങനെ ഒരു ഇല്ലസ്ട്രേഷൻസ് വരയ്ക്കും, ഡ്രസ്സിൻ്റെ മോഡൽസ് വരയ്ക്കും, അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രേസ് തോന്നിയത്. അപ്പോൾ ഓരോ വീഡിയോസ് അല്ലെങ്കിൽ TVയിലൊക്കെ ഓരോ ഫാഷൻ ഷോ കാണുമ്പോൾ ഇങ്ങനെ റാമ്പ് വർക്ക് ചെയ്യണം, ഇതൊക്കെ കണ്ടിട്ടാണ് ഫാഷൻ ഡിസൈനിങ് പറഞ്ഞത് ഇതൊക്കെയാണ് എന്നാണ് എൻ്റെ മനസ്സിൽ. ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് എനിക്ക് ഫാഷൻ ഡിസൈനർ ആവുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ പോയി ഞാൻ 9th എത്തിയപ്പോൾ അപ്പം മുതൽ തുടങ്ങിയ പ്ലാനിങ് ആണ് കേട്ടോ, എന്താവണം എന്നുള്ളത്. അവിടേക്കും കുറച്ചുകൂടി നന്നായി വരച്ചു തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി ഫാഷൻ ഡിസൈനിങ്ങിനെ പറ്റി നോക്കി തുടങ്ങി കേട്ടോ. ഇങ്ങനൊരു വീഡിയോ വന്നപ്പോൾ ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വെച്ചു, ആർട്ട് പഠിക്കാൻ വല്ല കോഴ്സുണ്ടോ, വല്ല ഡിഗ്രി ഉണ്ടോ, ആർട്ടിസ്റ്റുകൾക്ക് ഡിഗ്രി ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഞാൻ കുറേ ആലോചിച്ചു കേട്ടോ. അപ്പം ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ ശ്രീവിദ്യ പറഞ്ഞൊരു ആൻറ്റി ഉണ്ടല്ലോ, ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഒരുപാട് കോഴ്സസിനൊക്കെ പറ്റി പറയണേ. ആ ആൻറ്റിയുടെ വീഡിയോ ആയിട്ട് ഞാൻ ഫസ്റ്റ് കണ്ടേ. അപ്പോൾ അയ്യോ ഇത് കൊള്ളാലോ, BFA എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ എന്താ BFA എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ്. ഇതിനെപ്പറ്റി ഞാൻ പറയാം കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറയാം. അപ്പോൾ ഇത് കൊള്ളാലോ, നൈസ് ഉണ്ടല്ലേ.
ഓക്കെ അത് ഞാൻ അവിടെ വിട്ടു കേട്ടോ. ഞാൻ അത് അധികം നോക്കാൻ പോയി, 9th എത്തിയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി വെച്ചു. ദെൻ 10th പഠിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിനെ പറ്റി വരുമല്ലോ, അങ്ങനെ കണ്ടു തുടങ്ങി. പിന്നെ 10th വെക്കേഷൻ ടൈമിൽ ഞാൻ കുറച്ചുകൂടി റിസർച്ച് നടത്തി തുടങ്ങി കേട്ടോ. അപ്പോൾ കോളേജൊക്കെ നോക്കി. ഞാൻ ഫാഷൻ ഡിസൈനിങ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മെയിൻ ഫസ്റ്റ് കിട്ടിയൊരു കോളേജ് നിഫ്റ്റാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാഷൻ ടെക്നോളജി. പിന്നെ NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്. ഇതൊക്കെ എൻ്റെ ഡ്രീം കോളേജാണ്. ഞാനിപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. ഇപ്പോഴും എനിക്കത് അതിൽ പോകണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ചാട്ടോ. പിന്നെ ഞാൻ BFA ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഞാനിങ്ങനെ NID നിഫ്റ്റിൽ പോകണം, നൈസായിരിക്കും. ലൈക്ക് NID നിഫ്റ്റ് എന്നൊക്കെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അവിടെയൊക്കെ പഠിച്ചാൽ അതിൻ്റേതായ നമുക്ക് പ്രയോറിറ്റി കിട്ടും കേട്ടോ എന്ന് പറയുന്നുണ്ട്. കിട്ടും, കാരണം നല്ല കോളേജിൽ പഠിച്ചെന്നാൽ അതിൻ്റേതായൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കി, എൻട്രൻസ് എക്സാംസ് ഉണ്ട്, അതൊക്കെ നോക്കി. പിന്നെ ഞാൻ കുറേ ഫാഷൻ ഡിസൈനിനെ പറ്റി നോക്കിയപ്പോൾ എളുപ്പമല്ല. ഫാഷൻ ഡിസൈനിങ് പറയുന്ന പോലെയല്ല, അത്യാവശ്യം പാടാണ്. ലൈക്ക് അത് പഠിക്കുന്നവർക്ക് അത് അറിയുള്ളൂ. ഒരുപാട് റിസർച്ച് നടത്തിയപ്പോൾ മനസ്സിലായി ഈസി, ഒരു സബ്ജക്റ്റും ഈസി അല്ല, അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നോക്കിയപ്പോൾ ഓക്കെ, വേണ്ട അവിടെ നോട്ടെ. പക്ഷെ അതിനെപ്പറ്റി കുറേ കോഴ്സസ് വേറെയും കണ്ടു. ഗ്രാഫിക് ഡിസൈനിങ്, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, അതിൽപ്പെട്ടതാണിത്. ലൈക്ക് ഒരുപാട് കോഴ്സസ് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊക്കെ കൊള്ളാമല്ലോ, എല്ലാത്തിനും കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഓരോ കോഴ്സ് ചെയ്യുമ്പോൾ ഇത് കൊള്ളാം അത് കൊള്ളാം, ലൈക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. ലൈക്ക് എന്നിട്ട് ഞാൻ അവിടെ വെച്ചു, വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. എനിക്ക് പിന്നെ ഞാൻ BFA എടുക്കാമെന്നൊരു പ്ലാനിങ് തന്നെയായിരുന്നു. നിഫ്റ്റും NID ഒക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചാൽ മെയിൻ റീസൺ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇത്രയും ഭയങ്കര ഫീസ് കൊടുത്ത് ഒരു ഡിഗ്രി എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്തിനാ വെറുതെ പാരൻസിനെ ബുദ്ധിമുട്ടിക്കണേ. അതുകൊണ്ട് കൂടിയും വേണ്ടാന്ന് വെച്ചാണ്. പിന്നെ എൻട്രൻസ് എക്സാം ഒക്കെ ടഫാണ്, പക്ഷെ എന്നാലും ലൈക്ക് ഒരു കുറച്ച് കാലം അതിന് വേണ്ടി പ്രോപ്പർ കോച്ചിങ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ആവുന്ന തന്നെ ഉള്ളൂ. ഈസി ആണല്ല കേട്ടോ ഞാൻ പറയണത്, ബട്ട് നമ്മളെക്കൊണ്ട് പറ്റും. അതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ പിന്നെ എപ്പോഴും നോക്കാം. അത് ആ ആഗ്രഹം വേണ്ടാന്ന് വെച്ചു, ഭയങ്കര എക്സ്പെൻസീവ് ഒരു ഫാക്ടറാണല്ലോ. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചാണ് കേട്ടോ. എന്തിനാ വെറുതെ. എന്നാലും എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട്, മേ ബി ഞാൻ മാസ്റ്റേഴ്സൊക്കെ അവിടെ എടുക്കാം. എനിക്ക് മാസ്റ്റേഴ്സും എടുക്കാൻ ഓപ്ഷൻസ് ഉണ്ടല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹം നടക്കും. പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ നിഫ്റ്റ് NID ഡ്രോപ്പ് ചെയ്തു. പിന്നെ BFA തന്നെ എടുക്കാം തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 10th കഴിഞ്ഞിട്ട് എല്ലാവരും മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഏത് സ്ട്രീം എടുക്കണേ, സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ? നല്ല മാർക്കുണ്ടെങ്കിൽ സയൻസ് എടുത്തോ, അയ്യോ കുറച്ച് മാർക്കുള്ളൂ ഒന്ന് കൊമേഴ്സ് എടുത്തോ, ഒട്ടും പഠിക്കില്ലേ എന്നോ ഹ്യൂമാനിറ്റീസ് എടുത്തോ, ഇങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ. ലൈക്ക് ഞാൻ അവരൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ, എൻ്റെ ഡിസിഷനാണ്. എൻ്റെ പാരൻസ് അങ്ങനെയൊന്നും പറയില്ല കേട്ടോ, ഇന്നത് പഠിക്കണം ഇന്നത് ചെയ്യണം ഒന്നും പറയാം. ഞാൻ ഭയങ്കര ലക്കിയാണ്. അവർ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എൻ്റെ ഡിസിഷനാണ് മെയിനായിട്ട് അവർ പ്രയോറിറ്റി തരുന്നത്. എന്താ പറയുക, നിനക്ക് ഇഷ്ടമുള്ള പഠിച്ചോ, ഏത് സ്ട്രീം എടുക്കണേ, സയൻസ് എടുക്കണേ സയൻസ് എടുത്തോ, കൊമേഴ്സ് എടുക്കണേ കൊമേഴ്സ് എടുത്തോ, ലൈക്ക് എൻ്റെ ചോയ്സ്. അവരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇത്ര കാലമായിട്ട് അത് തന്നെ പഠിക്കണം. നീ അത് അച്ഛനും അമ്മയും കൊമേഴ്സാണ്, അപ്പോൾ നീ കൊമേഴ്സേ പഠിക്കാൻ പോകണം, നീ സയൻസ് പഠിക്കണം, ഇത്ര കാലമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറേ മാർക്ക് മേടിക്കണം ഒന്നും എൻ്റെ വീട്ടുകാർ പ്രഷർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഭയങ്കര ലക്കിയാണ് ആ ഒരു കാര്യത്തിൽ. അഡ്മിഷൻ എടുക്കാൻ വേണ്ട ഒരു അച്ഛനമ്മയും ഒന്നും പറഞ്ഞിട്ടില്ല. അവരൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാൻ കൊമേഴ്സ് എടുക്കുമെന്ന്. അപ്പോൾ കൊമേഴ്സ് എടുത്തു, ഓക്കെ പഠിച്ചു, എനിക്ക് ഇത്രയും എത്തും, ആ ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ. അപ്പോൾ അവരൊട്ടും നിർമ്മ, അവർ ആകെ എന്നോട് റിക്വസ്റ്റ് ചെയ്തത് ഞാൻ മുമ്പ് പഠിച്ച സ്കൂളിൽ തന്നെ പഠിച്ചു, അതാകുമ്പോൾ അടുത്താണ്, ഓക്കെ അങ്ങനെ അത് മാത്രം അതിനോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ അവരെന്തെങ്കിലും ആഗ്രഹം നമ്മൾ സഹിച്ചു കൊടുക്കണമല്ലോ, മാത്രം ഓക്കെ. സ്ട്രീമൊക്കെ എൻ്റെ ഇഷ്ടത്തിന് എടുത്തത്. അപ്പോൾ കൊമേഴ്സ് എടുത്താലും നമുക്ക് ആർട്സ് പഠിക്കാൻ ഇന്ന സ്ട്രീം വേണമെന്നൊന്നുമില്ലേ, ഏത് സ്ട്രീം ആയാലും കുഴപ്പമില്ല. അപ്പോൾ കൊമേഴ്സ് എടുത്താലും എൻ്റെ മനസ്സിൽ ആർട്സ് പഠിച്ചാൽ മതി എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ കൊമേഴ്സ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ കൊമേഴ്സ് പഠിച്ച് അത് ഇഷ്ടപ്പെട്ട് കൊമേഴ്സ് ഫീൽഡിലേക്ക് പോവുമോ, ഓക്കെ അപ്പോൾ നമുക്ക് ആർട്സ്, അപ്പോൾ ആർട്ട് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല, ഞാൻ അപ്പോൾ അത് സൈഡാക്കാം, എന്നിട്ട് കൊമേഴ്സ് പഠിച്ച് എനിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് അതിന് പോവാം. അങ്ങനെയായിരുന്നു കേട്ടോ. അഡ്മിഷൻ എടുത്ത് ക്ലാസ് തുടങ്ങാനായിട്ട് മുമ്പ് വരെ, ക്ലാസ് തുടങ്ങി ഫസ്റ്റൊക്കെ നമുക്ക് ഈ കരിയർ ഗൈഡൻസ് അങ്ങനെയൊക്കെ ഓരോന്നാണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ട് വന്നപ്പോൾ ഇതെനിക്ക് പറ്റണ പരിപാടിയില്ല കേട്ടോ, ആർട്സ് തന്നെ മതി. അപ്പോഴും ഓരോരുത്തരിങ്ങനെ ക്ലാസ് എടുക്കാൻ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് എന്ത് ഇതിൽ പോകണ്ടേ. അപ്പം ഞാൻ പറയും എനിക്ക് ആർട്സ് പഠിച്ചാൽ മതി, ഡിസൈനർ ആയാൽ മതി. അപ്പോൾ അവർ ചിലരൊക്കെ വാവൂ എന്നൊക്കെ പറയും കേട്ടോ. ചിലൊരു ഇതില്ല, ലൈക്ക് കൊമേഴ്സ് എടുത്തിട്ട് ഇതിന് പോകണേ ആ ഒരു മൈൻഡ് സെറ്റിലാണ്, എനിക്കറിയില്ല എന്തിലാവട്ടെ. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതെനിക്ക് പറ്റിയ പണിയല്ല, ഇത് എൻ്റെ ഫീൽഡല്ല, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ +2 ഇപ്പോൾ എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല, എഴുതി പോന്നു. +2 വേണം, അത്രയേ ഉള്ളൂ.
ഇപ്പം ഞാൻ കറക്റ്റ് ഡിസിഷൻ എടുത്തു. ലൈക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ +1 ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഓക്കെ വേണ്ട കൊമേഴ്സ് വേണ്ട, ലൈക്ക് സർട്ടിഫിക്കറ്റ് വേണം, ലൈക്ക് അതിനൊരു സ്ട്രീം എടുത്തു പഠിച്ചു, അത്രയേ ഉള്ളൂ. BFA മതി. പിന്നെ അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യും ഒക്കെ ചെയ്യും. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഒരു കുഞ്ഞ് സ്റ്റോറി. ഇതിൽ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് ഞാൻ കോമേഴ്സ് എടുത്തു. ഒരാവശ്യമില്ല, എനിക്ക് എന്തെങ്കിലും ഒരു സ്ട്രീം എടുത്താൽ മതി, അതുകൊണ്ട് കോമേഴ്സ് എടുത്തു. എൻ്റെ കോമേഴ്സ് ഇഷ്ടമായിട്ടൊന്നും എടുത്തതല്ല കേട്ടോ. ഇപ്പോൾ ചിലർ പറയും ഞങ്ങൾ കോമേഴ്സ് ഇഷ്ടമായിട്ട് എടുത്തൊന്നുമല്ല, ഗതികേടുകൊണ്ട് പഠിക്കണമെന്നൊക്കെ പറയും. ഓക്കെ പഠിച്ചോ. ചിലർ ഇങ്ങനെ എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട്, ഒരു പ്ലാനില്ലാണ്ട് ഇരിക്കുന്നവരുണ്ട് കേട്ടോ. എന്താ കോമേഴ്സ് എടുത്തു, ഇനിയിപ്പോൾ മറ്റാൾ CAക്ക് പോകണം, ഞാൻ CAക്ക് പോവാം, മറ്റാൾ BCOമിന് പോകും, ഞാൻ BCOമിന് പോവാം. എനിക്കതിനെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അവരുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. എനിക്കൊരു കറക്റ്റ് പ്ലാൻ ഉണ്ട്, ഇന്നത് ചെയ്യണം, ഇന്ന് +2 കഴിഞ്ഞ് ഇന്നത് പഠിക്കണം, ഇനി അത് കിട്ടിയില്ലെങ്കിൽ വേറെ ഓപ്ഷൻ, അത് കിട്ടിയില്ലെങ്കിൽ വേറെ ഓപ്ഷൻ, ലൈക്ക് ഒരു 10 കൊല്ലത്തേക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇരിക്കണേ. അതൊക്കെ നടക്കുമെന്നൊക്കെ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷേ നടത്തും. മാക്സിമം ട്രൈ ചെയ്യുക. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഞാൻ ചെയ്യും എന്നൊരു വിശ്വാസമുണ്ട്. എനിക്ക് കോമേഴ്സ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് പഠിച്ചു. ഇപ്പോൾ അച്ഛനമ്മയും പറഞ്ഞു, എന്നാൽ അവരും പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ കുറച്ച് ആൾക്കാർ CAക്ക് പോകണം. ഓക്കെ ഞാൻ CAക്ക് പോവാം. ഒരു കാര്യമില്ല, ഞാൻ അവിടെ ഇവിടെ എത്താൻ പോകില്ല. എനിക്ക് ഒരു വിശ്വാസമുണ്ട്, ഒരു ആർട്ടിൽ എനിക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്, എനിക്ക് ആർട്ടിൽ ഏറ്റവും ബെസ്റ്റ് ആവാൻ പറ്റും. കൊമേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് വെറുതെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി, അതുണ്ടാക്കി ഇതുണ്ടാക്കി വെറുതെ എൻ്റെ ലൈഫ് പോവുകയുള്ളൂ. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആർട്സ് പഠിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഭയങ്കര നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർ. ലൈക്ക് ആർട്സോ, അതൊക്കെ പഠിച്ചിട്ട് എന്തിനാ, എന്ത് കിട്ടാനാ, ലൈക്ക് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ആർട്സ് ലൈക്ക് ഒരു ആർട്ടിസ്റ്റ് ആവാന്നൊക്കെ പറഞ്ഞ് ഇത്രയും എന്താ പറയുക, ലൈക്ക് ദൈവം തന്നെ ഒരു അനുഗ്രഹമാണ്. എല്ലാവർക്കും ഒന്നും ഈ കഴിവ് കൊടുക്കില്ല. ആ ഒരു കഴിവിനെ നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് നോക്കുക, അതിനെ ഏറ്റവും നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കുക, പ്രാക്ടീസ് ചെയ്യുക, അതിന് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുക. അതൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ കാര്യം വേറെ ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒന്നും വരയ്ക്കാനുള്ള കഴിവ് കിട്ടില്ല. എനിക്ക് ഭയങ്കര കഴിവ്, ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റാണെന്നല്ല. എനിക്കുള്ളത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണം, എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ് കേട്ടോ ഞാൻ. എനിക്കുള്ളതിൽ ഞാൻ ഏറ്റവും ഹാപ്പിയാണ്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റാന്ന് പറയും എനിക്ക് അഭിമാനമുള്ളൂ. എല്ലാവരും പറയും ഞാൻ ഡോക്ടറാണ്, എൻജിനീയറാണ്, ഞാനൊരു ടീച്ചറാണ്, ഞാൻ CAക്കാരിയാണ്. ഇതിനെക്കാട്ടും ഡബിൾ ഹാപ്പിയാണ് ഞാനൊരു ആർട്ടിസ്റ്റാന്ന് പറയാൻ വേണ്ടിയിട്ട്. സോ ഞാനൊരു ഡിസൈനറാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ഫീൽഡാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫീൽഡ്. എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് എനിക്ക് പ്രശ്നമില്ല. എൻ്റെ അച്ഛനും അമ്മയും ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിനക്ക് ആർട്ട് പഠിക്കണം, ഓക്കെ പഠിച്ചോളൂ. ഫസ്റ്റ് അത് കേട്ടപ്പോൾ ഒരു വേണം എന്താ അവർക്കൊരു ഇതുണ്ടായിരുന്നു. ഓക്കെ പക്ഷെ ഞങ്ങളുടെ ചില റിലേറ്റീവ്സൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്, അവർക്ക് നല്ല ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് അത്രയ്ക്കും ഭയങ്കര നീ പഠിക്കാൻ പോകണ്ട. ഞാൻ കുറേ ചില ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ കണ്ട് കേട്ടിട്ടുണ്ട്, എനിക്ക് BFA പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അവരെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവർക്കൊന്നും പലർക്കും പറ്റാത്തത് പാരൻസ് സമ്മതിക്കാണ്ടാണ്. പാരൻസ് അങ്ങനെ വിടാണ്ട് എൻജിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ പറഞ്ഞു വെച്ചിട്ട് അവിടെ കലാജീവിതം നശിപ്പിച്ചു. അങ്ങനെ പഠിക്കാത്ത ഫീൽഡ് വിട്ടിട്ട് അങ്ങനെ ആർട്ട് വേണ്ടാന്ന് വെച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ചില വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ BFA പഠിക്കുന്ന ആൾക്കാരായാലും ഓൾറെഡി ഡിഗ്രി എടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് ആ ഫീൽഡ് പറ്റാണ്ട് വീണ്ടും വന്ന് ഈ ഡിഗ്രി എടുത്ത് പഠിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വേറെ ഡിഗ്രിയൊക്കെ എടുത്ത് വീണ്ടും ഈ ഡിഗ്രി, ഇതൊരു ഡിഗ്രിയാണ് കേട്ടോ. കുറേ പേർക്ക് അതിന് ഡൗട്ടുണ്ട്, ആർട്ട് വല്ല കോഴ്സൊക്കെ ഡിഗ്രി പഠിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. ഇന്ന് ഡിഗ്രി ഇത് ഡിഗ്രിയാണ്, വേറെ ഡിഗ്രി എന്തിനാണ് പഠിക്കണത്. അപ്പോൾ എനിക്ക് വേറെ പഠിച്ചിട്ട് വീണ്ടും ഇതിലോട്ട് വരാൻ താല്പര്യമില്ല. ഫസ്റ്റ് തന്നെ ഡയറക്റ്റ്ലി ഇതിൽ പോകാൻ തന്നെയാണ് താല്പര്യം. അപ്പോൾ ചിലർ കാണുമ്പോൾ എന്നോട് ചോദിക്കും എന്താ മോള് പഠിക്കാൻ പോകണമെങ്കിൽ, അപ്പോൾ ഞാൻ പറയും BFA ആണ്. BFAയോ അതെന്താ? ഞാൻ ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും ഇങ്ങനെ ഫൈനാൻസ് എന്നാണ് എന്തൊക്കെയാ. അപ്പോൾ ഫൈനാൻസ് നല്ലതാണ്, നന്നായിട്ട് പഠിച്ചോ എന്നൊക്കെ ഞാൻ വെച്ചാൽ ഇവർക്ക് ഇതൊക്കെ അറിയൂ. കേൾക്കണത് വേറെയാണേ. ഫൈൻ ആർട്സാന്ന് പറയുമ്പോൾ ആർട്സ് എന്ത് കിട്ടാനാ എനിക്കറിയില്ല. വേറെ പേരും AI ആണ്, AI ഉണ്ട്. ഈ AIയുടെ കാലത്ത് ഈ ആർട്ടിസ്റ്റുകൾക്ക് എന്താണ് ഉപകാരം, എന്ത് വിലയാണുള്ളത്, ഡിസൈനേഴ്സിനൊക്കെ എന്താ വിലയുള്ളത്? ഒറ്റ ക്ലിക്ക് ചെയ്യുന്നത് വരുന്നു കുറേ പിക്ചേഴ്സ്. ഞാൻ അതിനൊന്നും യോജിക്കുന്നില്ല. അങ്ങനെയല്ല, ഞാൻ ആക്ച്വലി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ ഈ ടോപ്പിക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സോ അങ്ങനെ പറയുന്നവരുണ്ട്. AI വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ എല്ലാ കോഴ്സും പഠിക്കണം നമുക്ക് ജോലി കിട്ടുന്ന ഉറപ്പായിട്ടാ? അങ്ങനെ ഒരു കോഴ്സ് ഇല്ല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടോ, കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല.
നമ്മൾ എത്രത്തോളം നന്നായി പെർഫോം ചെയ്യുന്നു, എത്ര നന്നായി പഠിക്കുന്നു, ലൈക്ക് അങ്ങനെ അതിനനുസരിച്ച് നമുക്ക് ജോലി കിട്ടണതും നമ്മുടെ ഇതൊക്കെ കിട്ടണതും. ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് വെച്ചാൽ ജോലി കിട്ടില്ല എന്നൊന്നുമില്ല. ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ ജോലി കിട്ടിയില്ലെങ്കിലും ചിത്രം വരച്ച് ജീവിക്കുക. ആവശ്യത്തിനൊക്കെ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും. ഒരു കമ്പനിയിൽ കുറേ അതിന് മുന്നിൽ ഇരുന്ന് ലൈക്ക് വർക്ക് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഒരു കഴിവ് വെച്ച് നമുക്ക് അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മുടെ ഈ സൊസൈറ്റി ശരിയല്ലാണ്ട് അവരുടെ മൈൻഡ് സെറ്റൊന്നും ശരിയല്ല. ആർട്ട് വേസ്റ്റാണ്, ആർട്ടിന് വലിയ വാല്യൂ കൊടുക്കാത്തത് കൊണ്ടാണ് മിക്ക ആർട്ടിസ്റ്റുകളും എന്താ പറയുക ആർട്ട് വേണ്ട എന്ന് വിചാരിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് ജീവിക്കുന്നത്. എനിക്ക് അങ്ങനെയായിട്ട് തോന്നിയിരിക്കുന്നത്. ഞാൻ അതൊക്കെ പറയാൻ വലിയ ആളൊന്നുമല്ല, പക്ഷേ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ആർട്സ് എടുക്കുന്നു പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് പേര് ഭയങ്കരമായിട്ട് പുച്ഛിക്കണമെന്ന്. ലൈക്ക് അവർ ഞാനെന്തോ വലിയ കുറ്റം ചെയ്യണ പോലെയാണ് അവരുടെ വർത്തമാനം കേട്ടാൽ തോന്നുക. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്താലും ഹാപ്പി ആവാമെന്ന്. നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പി ആവുന്നത് അത് നമ്മൾ ചെയ്യുക. ലൈക്ക് നമ്മുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരിപ്പോൾ CA പഠിക്കുകയാണ്, ഞാനും CA പഠിക്കാൻ പോവാം എന്ന് പറഞ്ഞാൽ അവർക്കത് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്കിതുണ്ടെങ്കിൽ അവരതിൽ സക്സസ്ഫുൾ ആവും. ചിലപ്പോൾ നമുക്കത് പറ്റണമെന്നില്ല. നമ്മളത് വീണ്ടും അവരുടെ കൂടെ പഠിക്കാൻ പോകും. നമുക്കെടുത്ത് പൊങ്ങാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഇഷ്ടപ്പെടുന്നില്ല, വെറുതെ പഠിക്കണതായിരിക്കും. ലൈക്ക് ഒരു കാര്യമുള്ള ഇതിൽ ഇതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല, നോർമൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും നിങ്ങൾ എല്ലാവർക്കും ഓരോ ഫീൽഡാണ് ഇഷ്ടം. ഒരാൾക്ക് ടീച്ചർ ആവാനാണെങ്കിൽ ഒരാൾക്ക് വേറെ, ഒരാൾക്ക് മറ്റേത്. അവരങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഞാനും അങ്ങനെ പോയിട്ട് കാര്യമില്ല. എൻ്റെ ഫീൽഡ് ഇതാണ്, സോ അതിന് പോകുന്നു. പിന്നെ കുറേ പേർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് ഞാൻ പറഞ്ഞല്ലോ പറയുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേ ദേഷ്യം വരും. നമുക്ക് അത്രയും ഇതായിട്ടുള്ള കൊണ്ടു നടക്കേണ്ട കാര്യം അതിനെപ്പറ്റിയൊരു കുറ്റം പറയും നമുക്ക് ദേഷ്യം വരുമല്ലോ. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല, അത് കേൾക്കാനുള്ളതുമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുക അവർക്കാനുള്ള ബുദ്ധിയേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാണ്ടിരിക്കേണ്ടി വരും. അത്രേ പറ്റുള്ളൂ. ഇപ്പോൾ ഓരോരുത്തരും വിളിക്കും, ഓരോ എന്താ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആ കരിയർ അതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കോൾ ചെയ്യാറുണ്ട്. ലൈക്ക് അവരെന്നോട് പറയും മോളെ BCom അങ്ങനെ ഇങ്ങനെ. എനിക്കത് കേൾക്കണതേ ദേഷ്യമാണ്. എൻ്റെ അടുത്ത് BCom പഠിക്കുക CA പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് വരണവരെ അത്രയും ദേഷ്യമാണ്. ആരായാലും എന്നെക്കൊണ്ട് എൻ്റെ സ്വഭാവം എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ പെരുമാറും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ പഠിക്കുക ഇങ്ങനെ പഠിക്കുക എന്ന് പറയാൻ ഒട്ടും ഇഷ്ടം. എൻ്റെ വീട്ടുകാർ പോലും എന്നെ പ്രഷർ ചെയ്യാറില്ല. അപ്പോൾ കുറേ റിലേറ്റീവ്സ് വന്ന് പ്രഷർ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത്. വെറുതെ ഒന്ന് പറയുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാറുമില്ല, ഞാനത് പറയാറുമുണ്ട്. എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടും കരിയർ അതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും വിളിക്കും. അപ്പോൾ ഇവർ വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര പൊക്കല്ല, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പറയും എനിക്ക് അതും താല്പര്യമില്ല, എനിക്കൊരു ആർട്ടിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം, ഡിസൈനർ ആവണമെന്നാണ് ആഗ്രഹം. അവരും എന്നെ പുച്ഛിക്കും. ഞാൻ ചിലർക്ക് അത് അറിയ പോലുമില്ല. അവർ വലിയ തരത്തിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ഇന്ന കോഴ്സ് പഠിക്കാം, ഞങ്ങൾക്ക് എല്ലാത്തിനെയും പറ്റി അറിയാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഗ്രി ഉള്ളത് പോലും അറിഞ്ഞുകൂടാ. ഇങ്ങനത്തെ കുറേ ആൾക്കാരാണ് കേട്ടോ ഉള്ളത് വിളിക്കുന്നത്, എന്നെ ഉപദേശിക്കാൻ നടക്കുന്നത്. ലൈക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒന്ന് മൈൻഡ് ചെയ്യണം, നമുക്ക് എന്താണോ ഇഷ്ടം ലൈക്ക് അതിന് പോവാം. അത് നമുക്കിപ്പോൾ ഫസ്റ്റ് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഈ ആർട്ട് എടുത്തെന്ന് വെച്ചാൽ അത് ഈസി ആയിട്ടൊന്നുമല്ല, നല്ല പണിയുണ്ട്. ആർട്ടിസ്റ്റ് ആവുന്നതും എളുപ്പമൊന്നുമല്ല കേട്ടോ. എന്താ പറയുക, അത്യാവശ്യം കഷ്ടപ്പാടുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് ആർട്ടിസ്റ്റ് ആവാൻ. എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. നമുക്ക് ജസ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നിട്ടും ഞാൻ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യണമെങ്കിൽ ആലോചിച്ച് നോക്കി എനിക്ക് എത്രത്തോളം ഇഷ്ടമായിട്ടായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. എല്ലാവരും ഒന്നും ആർട്ട് പഠിക്കാൻ പോകുന്നില്ല. കുറേ പേര് പാരൻസ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ പോകാത്തത്. കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ആർട്ട് വേണ്ട ഓരോരുത്തരും പറയുന്നത് കേട്ടിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നമാണ് ആർട്ടിനെ അങ്ങനെ തന്നെ മാറ്റി വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നോട് ഡൗട്ട് തോന്നും, ഇതെടുക്കണോ, റിസ്ക് അല്ലേ. എനിക്ക് ഫസ്റ്റ് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വന്നു. പക്ഷേ എനിക്ക് തോന്നി എനിക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും, ഒരു ബിലീവ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വരണോടത്ത് വെച്ച് കാണാം. എനിക്കിതാണ് ഇഷ്ടം, ഇത് പഠിക്കുക, അത് മതി. എല്ലാ കോഴ്സും നമ്മൾ ജോലി കിട്ടും എന്ന് വെച്ചല്ല പഠിക്കണത്. നമ്മൾ ട്രൈ ചെയ്യുക, നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ലൈക്ക് നല്ല ജോലി കിട്ടും. പക്ഷെ നമ്മൾ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഓക്കെ, എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ കൊമേഴ്സ് പഠിച്ചാലും നമുക്ക് നല്ല സാലറി ഉള്ള കിട്ടണമെന്നൊന്നുമില്ല. കുറച്ച് എക്സ്പീരിയൻസ് ആയി കുറച്ചൊക്കെ കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ആർട്ടും. ആർട്ടിസ്റ്റ് ആവുക, അപ്പോൾ ഇതിൽ തന്നെ കുറേ സ്പെഷ്യലൈസേഷൻ പല ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചിന്തിച്ചിരിക്കുന്നത് ഒരു ക്യാൻവാസിൽ ഇരുന്ന് പെയിൻറ്റ് അടിക്കുക, ഇതിൽ എന്തിപ്പോൾ ഇത്ര കുറേ 60 ആർട്ടിസ്റ്റ് ഇതിൽ എന്തൊരു സാധനമുള്ള ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ആ ഒരു പെയിൻറ്റിങ്ങിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിൽക്കണ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളല്ലേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. അവരൊരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ തന്നെ വന്ന് ട്രൈ ചെയ്യാൻ, നമ്മളത് ചെയ്യാൻ റെഡിയാണ്, നമ്മളത് റിസ്ക് എടുക്കും എന്നുണ്ടെങ്കിൽ നമുക്ക്
ഹാർഡ് വർക്ക് ചെയ്യും എന്നുണ്ടെങ്കിൽ നമുക്കതിൽ നല്ല സക്സസ് കിട്ടും. ഞാൻ അങ്ങനെ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. നമുക്ക് പറയാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും, അങ്ങനെ നടക്കണം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഞാൻ ട്രൈ ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ മെയിനായിട്ട് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് പിക്ക് ചെയ്ത് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ മെയിൻ റീസൺ എൻ്റെ പാരൻസ് തന്നെയാണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. മിക്ക പാരൻസും അവരുടെ മക്കളെ ഇതും പഠിക്കണ്ട അങ്ങനെ പറഞ്ഞ പാരൻസ്. പക്ഷെ എൻ്റെ പാരൻസ് എനിക്ക് അതാണ് ഇഷ്ടം. ഓക്കെ പൊക്കോളൂ. ലൈക്ക് പാരൻസിൻ്റെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അത് ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ കോമേഴ്സ് പഠിക്കണമെങ്കിലും ഇപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനോട് ഞാൻ പറയാം എനിക്ക് കോമേഴ്സ് ഇഷ്ടമല്ല, എനിക്ക് ആർട്സ് പഠിക്കാനാണ് ഇഷ്ടം. ലൈക്ക് അവരും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ നിനക്ക് അതാണ് പറ്റണത്, നീ ആ ഫീൽഡിലേക്ക് പൊക്കോളൂ, അവരും തന്നെയായിട്ട് പറയണത്. കുറേ പേര് നമുക്ക് എന്താണോ പറ്റണം മനസ്സിലാക്കിയിട്ട് നമ്മളോട് പെരുമാറുന്ന ആൾക്കാരുണ്ട്. സോ അടിപൊളി ആൾക്കാർ. അങ്ങനെയല്ല അപ്പോൾ നമ്മൾ പൊക്കി പറഞ്ഞു നോക്കിയാൽ നല്ല ആൾക്കാരെന്നല്ല കേട്ടോ. ലൈക്ക് ഒരാളുടെ കാര്യം മനസ്സിലാക്കിയിട്ട് ലൈക്ക് അവർക്ക് അതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. കുറേ പേര് ഇങ്ങനെ കുറ്റം പറയാൻ നടക്കണവരുണ്ട്. ലൈക്ക് പൊക്കോട്ടെ, അവർക്ക് അതിനുള്ള ബുദ്ധിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു സ്റ്റോറികൾ. ഞാൻ മുമ്പ് BFA എന്താണെന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം കേട്ടോ. BFA എന്താണെന്ന് പറഞ്ഞുതരാം. BFA എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ്. ഇതൊരു പ്രൊഫഷണൽ ഡിഗ്രി ആണ് കേട്ടോ. 4 ഇയർ. മിക്ക ആൾക്കാരും വിചാരിക്കുന്ന ഡിഗ്രി അല്ല, ജസ്റ്റ് ഒരു കോഴ്സാണെന്നാണ്. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലായിടത്തും ഓടിപ്പോയിട്ട് എനിക്കിവിടെ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനമല്ല. എൻട്രൻസ് എക്സാം ഉണ്ട്. ലൈക്ക് അതിൽ നന്നായിട്ട് ചെയ്താൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ഒരുപാട് കോളേജസും ഇല്ല. നമ്മുടെ കേരളത്തിൽ തന്നെ 3-4 കോളേജേ ഉള്ളൂ. 3 കോളേജ് മെയിൻ, പിന്നെ 2 കോളേജ് വേറെ ഉണ്ട് കേട്ടോ. ബാക്കി പിന്നെ കേരളത്തിന് പുറത്താണ്. 3 കോളേജ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം, തൃശ്ശൂർ, മാവേലിക്കര, പിന്നെ RLB ഉണ്ട്, ശങ്കരാചാര്യ ഉണ്ട്. അത് 2 സെപ്പറേറ്റ് ആണ്. ഈ 3 കോളേജ് മെയിൻ ഗവൺമെൻറ് കോളേജാണ് കേട്ടോ, ഗവൺമെൻറ്റിൻ്റെ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ എൻട്രൻസ് എക്സാം ഉണ്ട്. പാസ്സായാലേ നമുക്ക് കോളേജിൽ സീറ്റ് കിട്ടുള്ളൂ. ഇതിന് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ +2 പാസ്സാവണം. ഏത് സ്ട്രീം ആയാലും കുഴപ്പമില്ല. ഡിഗ്രി കഴിഞ്ഞിട്ടായാലും പോവാം. ചില കോളേജിൽ ഏജ് ലിമിറ്റ് ഉണ്ട്, ചിലയിടത്ത് ഏജ് ലിമിറ്റൊന്നും ഇല്ല. അങ്ങനെയുള്ളവരുണ്ട്. മിക്ക ആൾക്കാരും ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്നവരായിരിക്കും, ചില ഡയറക്റ്റ്ലി പോകുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഡയറക്റ്റ്ലി പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് വേറെ ഡിഗ്രി പഠിക്കാൻ താല്പര്യമില്ല. ഇത് തന്നെയാണ് ഡിഗ്രി. മിക്ക ആൾക്കാരും വിചാരിക്കണം മോളെ ഒരു ഡിഗ്രി കൊണ്ട് എടുത്തുകൂടെ, ഇത് ഡിഗ്രി ആണെന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, അങ്ങനെ പറഞ്ഞിട്ട് ഇതിലാവട്ടെ. അപ്പോൾ BFA ഞാൻ വളരെ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ BFA. അപ്പോൾ ഇതൊക്കെയാണ് BFA പറ്റിക്ക് പറയാനുള്ളൂ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കേട്ടോ, വേറൊരു വീഡിയോയിൽ ചെയ്യാം. അതിൽ BFA പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഒരു വീഡിയോയിൽ NIFT, NID, പിന്നെ എൻ്റെ കോളേജ്, അവിടെ വരുന്ന കോഴ്സസ്, എൻട്രൻസ് എക്സാം ഇതിനൊക്കെ പറ്റി ഞാൻ പറയാം കേട്ടോ. ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഇങ്ങനെ തപ്പി പിടിച്ചുകൊണ്ട് എനിക്കതിനെപ്പറ്റി കുറച്ച് ധാരണയൊക്കെ ഉണ്ട്. എനിക്കറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് ഒരുപാട് അടിപൊളിയായിട്ടൊന്നും അറിയില്ല, എന്നാലും എനിക്കറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. BFA പറ്റിയിട്ട് ഞാൻ ഈ കൊല്ലം എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയുന്നതൊക്കെ ഞാൻ പറയാം. അതിനെ പറ്റിയിട്ട് കുറച്ച് വീഡിയോ ചെയ്യാം എന്ന് ഞാൻ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ എനിക്കിപ്പോൾ ഈ ഒരു പാർട്ടിൽ ഞാൻ എന്ത് കോഴ്സാണ് എടുക്കുന്നത്, പിന്നെ കുറച്ച് പേര് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ എന്ന് വേണമെങ്കിൽ പറയാം. റീസെൻ്റ് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലായാലും എൻ്റെ കൂടെ മുമ്പ് പഠിച്ച ആൾക്കാരെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്ത് പഠിക്കണേ, ഏത് കോളേജിൽ പഠിക്കണേ, കുറേ ആൾക്കാർ എന്നോട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡൗട്ടും മാറും. പിന്നെ എന്നെപ്പോലെ ലൈക്ക് ആർട്ടിസ്റ്റാണ്, ആർട്ട് പഠിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, കുറേ പേർക്കൊന്നും ഇത് അറിയില്ല, അറിയാത്തവരുള്ളവരുണ്ട് കേട്ടോ. ഇന്നാളും കൂടി ഞാൻ കേട്ടുള്ള ഒരാൾ എനിക്കിതിനെപ്പറ്റി അറിയില്ല, എനിക്കിത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കണു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആർട്ടിസ്റ്റ് ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്കും കൂടി അയച്ചു കൊടുക്കുക. പിന്നെ വീഡിയോ വേണ്ടെന്ന് അതുകൊണ്ട് ഒന്ന് പറയണം കേട്ടോ. ഈ ഫാബ്രിക് പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ഡൗട്ടൊക്കെ ചോദിച്ചിരുന്നു കമൻറ്റിലൂടെ ഒക്കെ. അതിനെപ്പറ്റി കുറേ വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. ഒന്നിനും പറ്റിയിട്ടില്ല, എന്തായാലും ചെയ്യാം കേട്ടോ. എല്ലാ കമൻസും കാണാറുണ്ട്, പറ്റുന്നിടത്തോളൊക്കെ റിപ്ലൈയും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനെ പറ്റിയിട്ട് ഞാൻ പാർട്ടായിട്ട് വീഡിയോ ചെയ്യാം. ഫാബ്രിക് പെയിൻറ്റിൻ്റെ മുമ്പത്തെ വീഡിയോസ് നല്ല റീച്ച് കിട്ടി കേട്ടോ. താങ്ക് യു, നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് അത്ര റീച്ച് കിട്ടിയത്. ഇനിയും ഇതിനെപ്പറ്റി വല്ല ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. എനിക്ക് പറ്റുന്ന രീതിയിൽ, എനിക്ക് അറിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് റിപ്ലൈ തരാം. പിന്നെ ഞാൻ എൻ്റെ ഒരു ജേണി എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ എങ്ങനെ പഠിക്കുന്നു, എന്തൊക്കെ പഠിക്കുന്നു എന്നൊക്കെ പറ്റിയിട്ട് എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
ഞാൻ ഇനി BFനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കോച്ചിങ്ങിന് പോകുന്നുണ്ടോ, എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നൊക്കെ എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. കോളേജിനെ പറ്റിയിട്ടും ഞാൻ കുറച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് എന്തായാലും ഫോളോ ചെയ്യുക. അതിൽ ഞാൻ കുറേ അപ്ഡേറ്റ്സ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ.